അല്ല 9 കതിര് എന്നല്ല പറയാം. 18 ദേശത്തിന്റെ പണ്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ദേശം കുറവാണ്. ഇപ്പോൾ ഒരു ദേശം കുറവ് അവർക്ക് സാധ്യമല്ല എന്നുള്ള കാരണം കൊണ്ട് അവർ വരുന്നില്ല. നമസ്കാരം. അപ്പോൾ നമുക്കറിയേണ്ടതെന്ന് പറഞ്ഞാൽ കൂടല്ലൂർ കൂട്ടക്കളത്തിനെ പറ്റിയിട്ടാണ്. ഈ കൂടല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കൂടല്ലൂരോളം നമ്മുടെ അറിവിലുണ്ട്. ഊട്ടിയുണ്ട്, പട്ടാമ്പി ഉണ്ട്. അപ്പോൾ നമുക്കറിയേണ്ടത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന പഞ്ചായത്തിലുള്ള കൂടല്ലൂർ ഗായത്രി പുഴയുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കൊടുങ്ങല്ലൂർ പാതി എന്നറിയപ്പെടുന്ന നമ്മുടെ കൂടല്ലൂർ. എല്ലാവർക്കും സുമേഷ് ഏട്ടൻ ട്രാവൽ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന എന്ന് പറയുന്ന പഞ്ചായത്തിൽ എല്ലാ വർഷവും നടത്തി വരുന്നൊരു ഉത്സവം കെങ്കേമമായിട്ടുള്ള, അതായത് പറയുകയാണെങ്കിൽ പാലക്കാട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രാമം നാലും കൂടിയ കവലയിലെ ഒരു അമ്പലമാണ്. ആ ഒരു അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരിൻ്റെ പാതി കൂടല്ലൂർ എന്നാണ്. കൊടുങ്ങല്ലൂർ പോയിട്ട് വഴിപാടുകൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് കൂടല്ലൂർ പോയി ചെയ്തു കഴിഞ്ഞാലും അതേ പുണ്യം തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. 2 പുഴകളുടെ സംഗമ സ്ഥലം കൂടിയിട്ടാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4 പഞ്ചായത്തുകൾ, പല്ലശ്ശന, മേലാർകോട്, എലവഞ്ചേരി, നെന്മാറ എന്നീ 4 പഞ്ചായത്തുകൾ വിവിധ ദേശങ്ങൾ ചേർന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രം നടന്ന അതിഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയാണ് കൂടല്ലൂർ കതിർ മഹോത്സവം എന്ന് പറയുന്നത്. കൂട്ടക്കളം എന്ന് പറയും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. ശരണം ദേവി ശരണം. എൻ്റെ പേര് സ്വാമിനാഥൻ, പുളിക്കൽ വീട്, പടിഞ്ഞാറത്ര കൂടല്ലൂരിൻ്റെ പടിഞ്ഞാറ ഭാഗത്ത് നമ്മളിപ്പോൾ ഇരിക്കുന്നതും ചെറിയൊരു അമ്പലത്തിലാണ് അല്ലേ? സ്വന്തം അമ്പലം തന്നെ. ഇത് നമ്മുടെ കാണുന്നവർക്ക്, നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. 2 തവണ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. കഴിഞ്ഞ വർഷം ഞാൻ മാലയിട്ട സമയത്ത് വ്രതാനുഷ്ഠാനം എങ്ങനെ മലയ്ക്ക് പോകുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ കൂടുതലൊരു അമ്പലത്തിൻ്റെ ഐതിഹ്യം ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടക്കളത്തിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. 3 വീഡിയോ ചെയ്തിട്ടുണ്ട് രാമസ്വാമി. അപ്പോൾ 40 വർഷത്തോളം കൂടുതലൊരു അമ്പലത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തതാണ്. കുറച്ച് നാളുകളായിട്ട് ഒരു മാസം 4 മാസമായിട്ട് കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞ കാരണം ഇത്തിരി ഒന്ന് മാറി നിൽക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഈ കൂടുതലൊരു കൂട്ടക്കളത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 9 ദേശമാണോ, അല്ല 9 കതിര് എന്നല്ല പറയാം. 18 ദേശത്തിന്റെ പണ്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ദേശം കുറവാണ്. ഇപ്പോൾ ഒരു ദേശം കുറവ് അവർക്ക് സാധ്യമല്ല എന്നുള്ള കാരണം കൊണ്ട് അവർ വരുന്നില്ല. ഒഴിവായി പോയി എന്ന് പറയുന്ന ദേശക്കാര് പല തേവർമെന്നായിരുന്നു.
അതായത് പല്ലച്ചനെ പല്ലാവൂർ തേവർമെന്ന് ആ ഭാഗത്തായിരുന്നു. അവരിപ്പോൾ അവരുടെ അംഗസംഖ്യകൾ ചുരുക്കും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ കാലത്ത് വരുന്നില്ല, വൈകുന്നേരത്ത് അവർ കതിര് കൊണ്ടുവരുന്നുണ്ട്. 18 ദേശം എന്നാണ്. അപ്പോൾ കാലത്ത് 9, വൈകിട്ട് 9, കാലത്ത് 8 അങ്ങനെ 17 ഇതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. അതായത് ഈ കതിരിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു, അതായത് നമ്മുടെ കൂടല്ലൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തെന്മല ഓരത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഇക്ഷുമതി, ആ പുഴയുടെ പേരാണ് ഞങ്ങൾ. അതേപോലെ തെങ്കാശിയിൽ നിന്ന് ഒഴുകി വരുന്ന ഗായത്രി പുഴ. ഈ 2 പുഴയുടെയും സംഗമസ്ഥാനം എന്ന് പറഞ്ഞാൽ സംഗമപുരി. അതിനെ വിശേഷിപ്പിച്ച് പറയുന്നത് 2 സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ട് കൂടുന്ന സ്ഥലം എന്ന ഇതോടുകൂടി വരുന്നതുകൊണ്ട് അതിന് കൂടല്ലൂർ. അതാണ് ഇപ്പൊ ഐതിഹ്യം എന്ന് പറഞ്ഞത്. ഈ സ്ഥലപ്പേരിന് ഐതിഹ്യം ഉണ്ടായത് സംഗമപുരി എന്നായിരുന്നു പേര് എന്ന് പണ്ട് നമ്മുടെ പൂർവികർ പറയുന്നു. അതിന് ഇപ്പൊ കൂടല്ലൂർ എന്ന്, 2 നദിയും കൂടുന്ന സ്ഥലം, അതിന് കൂടല്ലൂർ എന്ന് വിശേഷിച്ചു. അങ്ങനെയാണ് സ്ഥലപ്പേര് വന്നൊന്നാണ് ഉണ്ടായി എന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞ് തന്ന അറിവുള്ളത്. കതിരും അതുപോലെ തന്നെ കൊടയും അങ്ങനെയല്ലേ പറയാം. ഇത് തണ്ടും കതിരും കൊടയും. ഇത് ദേവിക്ക് ഓരോ ദേശങ്ങളും ദേശം കാക്കുന്നതിന് കാണിക്കയായിട്ട് കൊണ്ടുവന്ന് വർഷം തോറും കൊടുക്കുന്നു എന്ന് തന്നെയല്ലേ അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടല്ലൂർ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞ് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന അറിവ്, കൊടുങ്ങല്ലൂർ ഭഗവതി അതായത് കണ്ണകി സ്വന്തം ഭർത്താവായ കോവിലനെ മധുര പാണ്ഡ്യരാജാവ് വധിക്കുകയും ആ നിരപരാധിയായ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യനെ മുടിച്ച് മധുരയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയാകുന്ന സമയം നമ്മുടെ ഈ പ്രദേശത്തോടു കൂടി അമ്മ യാത്ര ചെയ്യുകയും ഇപ്പൊ നമ്മുടെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് അമ്മ വിശ്രമിക്കുകയും ചെയ്തു എന്നാണ് നമ്മുടെ പൂർവികർ മുല്ലത്തറയിൽ വന്ന് ഇരുന്ന ഭഗവതി കൂടല്ലൂർ മുല്ലക്കൽ ഭഗവതി എന്നറിയപ്പെടുന്നത്. അപ്പൊ കൊടുങ്ങല്ലൂരിൽ പകുതി കൂടല്ലൂർ എന്ന് വിശേഷിപ്പിച്ച് കൊടുങ്ങല്ലൂർ പോയി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അത്രയും കാര്യങ്ങൾ നമ്മുടെ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ വരുന്ന ഭക്തന്മാർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ഈ തണ്ടും കൂടയും കതിരും വരുന്നത് ഈ പ്രദേശത്തുള്ള അമ്മയുടെ എല്ലാ വിധത്തിൽപ്പെട്ട മക്കളെ ഒന്നു ചേർന്ന് നടത്തുന്ന ഒരു മഹത്തായ ഉത്സവമാണ്. ജാതി മതം അങ്ങനെ പ്രത്യേകിച്ച് ഒരു വേർതിരിവില്ലാതെ എല്ലാവരും വന്ന് കൂടുന്ന സ്ഥലമാണ് കൂട്ടക്കള കതിർ മഹോത്സവം. അമ്മയുടെ മക്കളായ ചെറുമക്കൾ എന്നറിയപ്പെടുന്നു. ജാതിഭേദമല്ല, ചെറുമക്കൾ എന്നാണ് പറയുക. അമ്മയുടെ ചെറു മക്കൾ എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത്. അതേമാതിരി വണ്ണാൻ സമുദായം, അമ്മയുടെ ആട അലക്കാൻ അമ്മയുടെ വണ്ണയിൽ നിന്ന് ഉത്ഭവമായി വണ്ണാൻ എന്നാണ് ഐതിഹ്യം പറയുന്നത്. അങ്ങനെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള അധികാരം. ഇവിടെ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആശാരിമാരെ എന്നുള്ള വിഭാഗത്തിൽപ്പെട്ടവർക്ക് നമ്മുടെ കുടമുള നന്നാക്കാനും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താനുള്ള അവകാശം. അതേമാതിരി കൂടല്ലൂർ ദേശവാസികൾക്ക് അമ്മയുടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടത്താനുള്ള അവകാശം.
ഉത്സവം ആരംഭിക്കുന്നത് വൃശ്ചിക മാസം 1-ാം തീയതി നമ്മുടെ ദേശവാസികളെല്ലാം വിളിച്ചുകൂട്ടി പറശ്ശേരി സമുദായത്തിൽ നിന്നും കണ്യാർ എഴുന്നള്ളി വന്ന് മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അവിടുന്ന് ആ ഉത്സവത്തിന് നമ്മുടെ ദേശവാസികളെല്ലാം വിളിച്ചു ചേർത്തി അമ്മയുടെ ഉത്സവം തുടങ്ങുകയല്ലേ എന്ന അനുവാദത്തോടു കൂടി കണ്യാർ കൊണ്ട് ആ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ വൃശ്ചികം 30 വരെ കൂടല്ലൂർ കിഴക്കേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ശ്രീകുർമ്മ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തെക്കിക്കാവ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പുറത്തുള്ള കുളവും കണ്യാർകളി നടത്തുന്ന അമ്പലമാണ് ശ്രീകുർമ്മ ഭഗവതി ക്ഷേത്രം. അവിടെ നിന്ന് വാദ്യഘോഷങ്ങളോടുകൂടി വിളക്ക് ഘോഷങ്ങളോടുകൂടി മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ചരിത്രം, തോറ്റംപാട്ട് അല്ലെങ്കിൽ ഭഗവതി പാട്ട്, ചരിതം അല്ല, ആ ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് കാണുന്നവർക്ക് നമ്മുടെ പാലക്കാടിന് പുറത്തുള്ളവർക്ക് അധികം പാട്ട് അല്ലെങ്കിൽ ഭഗവതി പാട്ട് എന്നറിയപ്പെടുന്ന കണ്ണകി കോവിലെ ചരിത്രം വായ്മൊഴിയായി പകർന്നു കൊടുത്ത അല്ലെങ്കിൽ ലിപികളിലോ അല്ലെങ്കിൽ എഴുതി വെച്ച് പഠിക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ് ഭഗവതി പാട്ട്. ഒരു സമുദായത്തിന് മാത്രം അവകാശപ്പെട്ട സമുദായം മാത്രം പാടി വരുന്ന ഒരു പാട്ടാണ് തോറ്റംപാട്ട് അല്ലെങ്കിൽ ഭഗവതി പാട്ട്. ദേവിയുടെ ചരിത്രം, അമ്മയുടെ ജനനം മുതൽ കല്യാണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, മൊത്തം ജീവിതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചരിത്രമാണ് കണ്ണകി. അതിൻ്റെ എൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ കോവിലിനെ കൊന്നിട്ട് കൊടുങ്ങല്ലൂർ പോയി ഇരിക്കുന്ന ആ ഒരു ഇതല്ലേ ഭാഗം, അതല്ല അവസാനിപ്പിക്കുന്നത്. അതായത് ഭർത്താവിൻ്റെ ബിസിനസ് ചെയ്ത് സമ്പത്ത് മുഴുവൻ നശിച്ച് അത് കഴിഞ്ഞ് അമ്മയുടെ ഒരു ചിലമ്പ് വിറ്റ് ജീവിതം കഴിക്കുക എന്ന് പറഞ്ഞ് മധുരയിൽ എത്തിച്ചേരുകയും അവിടെ പാണ്ഡ്യമഹാരാജാവിൻ്റെ ഭാര്യയുടെ ചിലമ്പ് ഭർത്താവ് കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് ചെയ്യാത്ത കുറ്റത്തിന് ഭർത്താവിനെ വധിക്കുകയും ആ ദേഷ്യത്തിൽ പാണ്ഡ്യരാജ്യം മുടിച്ച് കൊടുങ്ങല്ലൂർക്ക് യാത്രയാകുന്ന വഴിയാണ് നമ്മുടെ കൂടല്ലൂർ വന്ന് വിശ്രമിച്ച സ്ഥലം എന്നാണ് ഐതിഹ്യം. തോറ്റംപാട്ടായിട്ട് 2 ദിവസം വൃശ്ചിക മാസം ശരിക്കും അത് പൂർണ്ണമായിട്ടും സ്റ്റാർട്ട് ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് എത്ര ദിവസം വേണം? 3 ദിനരാത്രങ്ങൾ മുഴുവനായിട്ട് പാടുകയാണെങ്കിൽ മുഴുവനായിട്ട് പാടാം. അതായത് 24 മണിക്കൂർ വെച്ച് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പാടണം. 72 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ ഈ ചരിത്രം പൂർണ്ണമായിട്ട് പ്രതിപാദിക്കാൻ സാധിക്കും. പക്ഷെ അതിനെ നമ്മളുടെ ക്ഷേത്രത്തിൽ 30 ദിവസം ഒരു അരമണിക്കൂർ വീതം ഓരോ ചരിത്രങ്ങൾ ചൊല്ലി അമ്മയെ മാല വെക്കുന്ന ഭാഗത്ത് പാട്ട് നിർത്തുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഉത്സവം തുടങ്ങുന്ന അന്ന് മുതൽ മാല വെക്കുന്നതിനോട് ബന്ധപ്പെട്ട് ബാക്കി ചരിത്രം മുഴുവൻ 2 ദിവസങ്ങൾ 2 ദിനരാത്രങ്ങൾ മുഴുവനായിട്ട് പാടി അമ്മയെ ഭഗവതിയെ കുടിവെക്കുന്ന ചരിത്രമാണ് തോറ്റംപാട്ട്. നാല് മണി കഴിഞ്ഞിട്ട് 5 മണിക്കൊക്കെയാണ്
കതിർവീഴ്ച എന്ന് പറയുന്നത് മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. അപ്പോൾ നേരെ അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. വൃശ്ചിക മാസം 30 ധനു 1, 2 ഇത് ധനു 1 മെയിനായിട്ട് ആളുകൾ ഒരുപാട് പേര് വരുന്നത് കതിര് വീഴ്ച എന്ന് പറയുന്നത്. ധനു 2 വന്നിട്ട് തോറ്റമ്പാട്ട് എൻഡ് അവസാനിക്കുന്നത്, അമ്പലം വെട്ടിയാട്ടിൽ കഴിഞ്ഞ് നട അടയ്ക്കുന്നത്, അതൊക്കെയാണ്. അപ്പോൾ ഈ വൃശ്ചികം 30 ധനു 1, 2 ആ ഒരു ദിവസങ്ങളിൽ അമ്പലത്തിൽ നടക്കുന്ന ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ചടങ്ങ് 30-ാം തീയതി കൊടിമുള നാട്ടുക സമ്പ്രദായം. അത് അതായത് കൊടി മുള കൊണ്ട് തെരഞ്ഞുകൊണ്ട് നല്ല മുള നോക്കി വെട്ടിക്കൊണ്ടുവന്ന് ശ്രീകുറുമ്പ കഴിക്കേക്കാൾ ശ്രീകുറും അമ്പലത്തിൽ കൂടി വന്ന് ഇവിടെ കൊടിമുള നാട്ടും കൂറ കിട്ടുക. അതിനാണ് കൂറയിട്ട് കഴിഞ്ഞാൽ പിന്നെ അന്ന് രാത്രി നടയടക്കില്ല. 1-ാം തീയതി നടയടക്കില്ല. 2-ാം തീയതി രാത്രി പാട്ടെല്ലാം കഴിഞ്ഞ് വെട്ടിയാട്ട് കഴിഞ്ഞിട്ട് നടയടക്കുള്ളൂ. രാത്രി 12-1 മണിയാകും പാട്ട് കഴിഞ്ഞാൽ നാളികേരം ശ്രീകോവിലിൻ്റെ നടയിൽ നാളികേരം ഉടച്ച് കർപ്പൂരം കൊളുത്തി നടയടയ്ക്കും. അടച്ച് പിന്നെ 7-ാം പക്കം നട തുറക്കും. പിന്നെ എല്ലാം ചോദിച്ച് പിന്നെ പൂജ ആദ്യം തുടങ്ങും. അതുപോലെ പിന്നെ കൂട്ടക്കുളത്തിൻ്റെ സമാപ്തം. അതെ, മെയിനായിട്ടുള്ള കതിർവീഴ്ച ദിവസം വന്നിട്ട് കാലത്ത് സ്പെഷ്യലായിട്ട് പൂജ സാധാരണ പൂജ വീഴും, ആൾക്കാർ പ്രസാദം കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ല, അന്നാണ് ഈ കളമെഴുത്തും പാട്ടും തോറ്റമ്പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ കതിർവീഴ്ച ദിവസം, ഉച്ചയ്ക്ക് ശേഷം. അതിന് തലേ ദിവസം വന്നിട്ട് കുറച്ച് വഴിക്കാരുടെ എന്താ മറ്റേ കതിർ കൊണ്ടുവരുന്നത് ആൾക്കതിരെന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കതിരുത്സവത്തിന് തുടക്കം കുറിക്കുന്നത്, കതിർ കൊണ്ടുവന്നതിന്റെ തുടക്കം കുറിക്കുന്നത് ആൾക്കതിർ എന്ന ഇതോടുകൂടി ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം വൃശ്ചിക മാസം 30-ാം തീയതി നമ്മുടെ കൂറ ഇട്ട് വെടിമുഴങ്ങുന്നതോടുകൂടി അവിടെ ക്ഷേത്ര സന്നിധിയിലെത്തുകയും അന്നത്തെ ആചാരപ്രകാരം വന്ന് അവിടുത്തെ ദേവിയുടെ വെളിച്ചപ്പാടിനോട് മുദ്ര വാങ്ങി തിരിച്ചു പോകുകയും വൃശ്ചിക മാസം 1-ാം തീയതി കുടകൊടുത്തിക്കണ്ടത്തിൽ നിന്നും വന്ന് കിഴക്കേക്കാവ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ആൾക്കതിർ 2 കതിരുണ്ടാവും. അതിലൊരു കതിര് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ സമർപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് മേളഘോഷങ്ങളോടുകൂടി കൂടല്ലൂർ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ബാക്കി 8 മന്നുകാരുടെ കതിര് കൂടല്ലൂർ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ സമർപ്പിക്കും. അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് അല്ലേ. കതിര് കൊണ്ടുവരുന്നതും കുട കൊണ്ടുവരുന്നതും അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൂർവികർ പറഞ്ഞു തന്നത്, അമ്മയുടെ ആശ്രിതവത്സരായ മക്കൾ അവരുടെ ഒരു വർഷത്തെ കാർഷിക അധ്വാനം കഴിഞ്ഞ് അതിൽ നിന്നും കിട്ടുന്ന കതിരുകൾ ശേഖരിച്ചു വെച്ച് അത് മടഞ്ഞ് കതിർ കൂടുകളാക്കി വലിയ ഭക്തി പുരസരം അമ്മയുടെ തട്ടകത്ത് അമ്മയ്ക്ക് മക്കൾ സമർപ്പിക്കുന്ന പാരിതോഷികോ അല്ലെങ്കിൽ കാണികയായി സമർപ്പിക്കുന്നതാണ് കതിര് സമർപ്പിക്കുന്നതിൻ്റെ ഐതിഹ്യം. അതേപോലെ കൊട എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലും രണ്ടവിടെ ഒരേ ചൈതന്യം ആയതുകൊണ്ട് ആ അമ്മയുടെ ചൈതന്യം വിവിധ ദേശങ്ങളിൽ ആ അഭിനിവേശത്തോടുകൂടി ക്ഷേത്രങ്ങളിൽ കൂടി വെച്ച് ആരാധിച്ചു വരുന്നു. ആ ആരാധിച്ചു വരുന്ന ചൈതന്യങ്ങളായിട്ടുള്ള മക്കള് അമ്മയുടെ അടിസ്ഥാനമായ അല്ലെങ്കിൽ മൂലസ്ഥാനമായ കൂടല്ലൂർ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ആ ദേശത്തുള്ള ഭഗവതി കുടപ്പുറത്തെഴുന്നള്ളി അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങി തിരിച്ചു പോകുന്നു. അതാണ് കൊടയിൽ അമ്മ എഴുന്നള്ളുന്നതിൻ്റെ ഐതിഹ്യത്തോടുകൂടി തണ്ടും കൊടയും സമർപ്പിക്കുന്നതിൻ്റെ ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് മുള കൊണ്ടുവരുമ്പോൾ വെയിറ്റ് ഉണ്ടാവില്ല, ഇതെല്ലാം കൂടി വെച്ച് കഴിഞ്ഞിട്ട് ആ ദിവസം വരുമ്പോൾ ഭാരം കൂടുതലായിട്ട് അനുഭവപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഒരു ദേശക്കാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് എത്രത്തോളം, അതായത് സാധാരണ ഒരു മുള കൊണ്ടുവരുന്നതിൻ്റെ ഭാരമായിരിക്കില്ല ഈ തണ്ടും കൂടെയായിട്ട് വരുന്നത്. അതിൻ്റെ അർത്ഥം പറയുന്നത് ഭഗവതി കുടപ്പുറത്തെഴുന്നള്ളുന്നു. കുടപ്പുറത്തെഴുന്നള്ളി അമ്മയ്ക്ക് സമർപ്പിച്ച അനുവാദം വാങ്ങി അടുത്ത 1 വർഷം വരെ അവിടെ ദേശവാസികൾ പോയി ദേശത്ത് പോയി കുടിയിരിക്കാനുള്ള അനുവാദം വാങ്ങി മുദ്ര വാങ്ങി മടങ്ങുന്നു എന്നാണ് ഐതിഹ്യം.
അത് 180 40 മഞ്ഞ. എനിക്ക് വേണ്ടിയിട്ടും എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടും എന്റെ അന്നത്തിന് വേണ്ടിയിട്ടും അന്നമ്മയ്ക്ക് വേണ്ടിയിട്ടും ഭർത്താവ് എന്റെ ഭാര്യയോട് എന്റെ ഭാര്യയുടെ ജോലി വെള്ളിക്കിണ്ണം പൊന്നും കിണ്ണം കഴിഞ്ഞ വെള്ളിക്കിണ്ട് പൊന്നും കിണ്ടി ഒന്നും കിടക്കാറുണ്ട് കണ്ണി പോകാൻ ഒരു വാക്ക് പോവുക ഭർത്താവ്
ഇതൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ഇത്തിരി ഒന്ന് അമ്പലത്തിനോട് മാറി നിന്നാണ്, ഇവിടെ നിന്നാണ് വരുന്നത് കളരി.
നേരം പറഞ്ഞു തന്ന രണ്ട് സ്വാമിമാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓർമ്മ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു ഉത്സവത്തിൻ്റെ വേദിയിലോട്ട് നമ്മൾ നേരെ പോവുകയും